ഇതാണ് എന്റെ കിച്ചൺ. കരിന്തോട്ടത്തിൽ പോയ പോലത്തെ അവസ്ഥ. ഇനി എന്താ അടിക്കാം. അയ്യോ എന്റെ നേരം കഴിച്ചിട്ടില്ലല്ലോ. ചലഞ്ച് വിജയിച്ചിരിക്കുന്നു. സമാധാനായിരുന്നു. നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ക്യാപ്ചർ ലൈഫ് ടുഗദർ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സോളോ ഷോപ്പിംഗ് വ്ളോഗായിട്ടല്ലേ വന്നത്. അതായത് ഷെല്ല് ബ്രേക്ക് ചെയ്ത പോലത്തെ ഒരു ടൈപ്പ് ഓഫ് വ്ളോഗായിട്ടല്ലേ ഞാൻ വന്നത്. ഈ പ്രാവശ്യം ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്ത് വിചാരിച്ചു വന്നിരിക്കുക. വേറെ ഒന്നുമല്ല, ഞാനൊരു കുക്കിംഗ് ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചാലഞ്ചിന്റെ പേര് എന്താന്ന് പറഞ്ഞാൽ കുക്കിംഗ് 3 course meal within 1 hour. 1 hour തീരുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അവരുടെ റൂൾസ് പറയുന്നത് വളരെ സിമ്പിളാണ്. 3 course meal ഉണ്ടാക്കണം. അതായത് സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഡെസേർട്ട്. അതും 1 മണിക്കൂറിൽ. പക്ഷെ ഞാനൊരു 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം, ഞാൻ തന്നെ 3 course meal ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നുണ്ട് വിത്ത് യുവർ പെർമിഷൻ. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് കുറച്ച് എക്സൈറ്റിംഗ് ആണ്. അതിന് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ചിക്കൻ ക്ലിയർ സൂപ്പാണ്. പിന്നെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൽഫ്രെഡോ പാസ്ത, അത് വൈറ്റ് സോസ് പാസ്ത. പിന്നെ ഡെസേർട്ടിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, അതാണ് ഞാൻ എക്സൈറ്റഡ് എന്ന് പറയുന്നത്, പനിയാരം പാനിൽ മിനി ചോക്ലേറ്റ് കേക്ക്സ്. അതൊക്കെ ട്രൈ ചെയ്താലോ? വേവാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇതാണ് എൻ്റെ കിച്ചൺ. എന്തായാലും കിച്ചൺ ഇപ്പൊ നല്ല വൃത്തിക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ നോക്കി വെച്ചോ. കുറച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ചെയ്തോണ്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യാനിരിക്കുന്ന പറയുന്നില്ല. ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഇപ്പൊ കച്ചറയാവും. അപ്പൊ ഇതാണ് എൻ്റെ കിച്ചൺ. 1 hour 10 minutes സെറ്റ് ചെയ്ത് വെച്ചു. ടൈം സ്റ്റാർട്ട് ചെയ്തു. അയ്യാ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി ബാക്കി ഞാൻ പറയാം. ചാലഞ്ച് വീഡിയോ എടുക്കൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എൻ്റെ വിചാരം ഞാൻ പറയണതൊക്കെ കേൾക്കണ്ടെന്നായിരുന്നു. എഡിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ശബ്ദം ഒഴിച്ച് ബാക്കി എല്ലാം കേൾക്കാമെന്നുള്ളത്. എനിവേസ്, കമ്മിങ് ടു ദ പോയിന്റ്, ചിക്കൻ ക്ലിയർ സൂപ്പിന് വേണ്ടിയിട്ടുള്ള കുക്കറാണ് ഇപ്പോൾ ഞാൻ സ്റ്റൗമ്മ വെച്ചത്. അതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുക്കർ അടച്ചു വെച്ച ശേഷം 2 വിസിൽ കൊടുത്ത് അത് കഴിഞ്ഞ് സിമ്മറിൽ ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് പാസ്ത ബോയിൽ വയ്ക്കാം. പാസ്ത ബോയിൽ ചെയ്യുമ്പോഴേക്കും 1 ഗ്ലാസ് പാസ്ത ഞാൻ എടുക്കുന്നത്. കേക്കിന് വേണ്ട കുറച്ച് ഐറ്റംസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് ചോക്ലേറ്റ് എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്താലോ? ഞാൻ സ്റ്റാൻഡ് എനിക്ക് പ്രതിഷ്ഠിക്കട്ടെ. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. അയ്യോ എൻ്റെ നേരം പോകുന്നു. എത്ര 57 മിനിറ്റ് ഓൾമോസ്റ്റ്. മുട്ട, ഓക്കെ, 3 eggs. കഴുകുക. സിങ്കിൻ്റെ അവിടെ ഈ വൈറ്റ് കളർ കാണുന്നത് ഞാൻ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടല്ല, ഹാർഡ് വാട്ടറിൻ്റെ ആണ് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കേക്കിൻ്റെ പരിപാടീസാണ്. അതിലേക്ക് വേണ്ട 3 മുട്ടയാണ് ഇപ്പം ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. 1 മണിക്കൂറിലെല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പടപടാ മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ചിക്കൻ്റെ വെള്ളം ഒരു പാനിലേക്ക് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ പാസ്ത ബോയിൽ ആയോ എന്ന് നോക്കുന്നുമുണ്ട്. അയ്യോ, 35 മിനിറ്റ് കൊണ്ടുള്ള ഇത് ഞാൻ സെൽഫിക്കാൻ മാട്ടോ എടുത്തുള്ളതുകൊണ്ടാണ്. ഇവിടെ ഞാൻ കാണിച്ചാൽ ഇവിടെ ഞാൻ സൂപ്പിൻ്റെ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഇവിടെ ഇത് ഓൾമോസ്റ്റ് ആയി. ചിക്കൻ ഇനി പീസ് ആക്കിയിടണം. അയ്യോ, കറണ്ട് പോയതല്ല, ഞാൻ ഫ്രിഡ്ജ് തുറന്നതാ. ടൈം ലിമിറ്റ് വെച്ച് വേണം എടുക്കുന്നത്. കുറച്ച് ടെൻഷനുള്ള കാര്യമല്ലേ, അതാണ് ഞാനിങ്ങനെ ടെൻഷൻ എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കിയാലോ? സിമ്പിളാണ്. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുക, ചില്ലി ഫ്ലേക്സ് ഇടുക, പിന്നെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ച് ഗാർലിക് ഒന്നിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മളുടെ താരം വരാൻ പോകുന്നത്. ഫ്രഷ് ക്രീം അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സൂപ്പിലേക്ക് ഇടാൻ വെച്ച ചിക്കൻ ഞാൻ കുറച്ച് ഷ്രെഡ് ചെയ്ത് പാസ്തയിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനും കൂടി വരുമ്പോൾ പാസ്ത വേറെ ലെവലാവും. അങ്ങനെ വൈറ്റ് സോസ് പാസ്ത റെഡി.
ഇനി നമുക്ക് പാസ്ത തിളപ്പിച്ച വെള്ളം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ സൂപ്പ് നല്ലോണം തിളച്ചപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് പെപ്പർ, സോൾട്ട്, പിന്നെ ചിക്കനും കൂടി ഇട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം. അങ്ങനെ എൻ്റെ പാസ്ത റെഡി, സൂപ്പ് റെഡി. ഇനി നമുക്ക് കേക്കിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അടിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ പൊടിക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ ബീറ്റ് ചെയ്ത് വെച്ച് മുട്ടയിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പാല് ഞാൻ അതിൻ്റെ ഇടയിൽ തിളപ്പിക്കാനും വെക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എത്ര മിനിറ്റ് ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. 10 മിനിറ്റിലാവുമെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ കേട്ടാ. ശടുപടേ എന്ന് കാര്യങ്ങൾ നീക്കാം. കാരണം 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഞാനത് എണ്ണ എടുക്കുന്നുണ്ട്. എണ്ണയും നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ച് മുട്ടയിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 കപ്പ് ആട്ട എടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ നല്ലോണം ഒന്ന് സീവ് ചെയ്തെടുത്ത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കുറേശ്ശെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പാൽ ഒഴിക്കുന്നുണ്ട്. കാരണം ഒരു ഫ്ലോയി കൺസിസ്റ്റൻസിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ദേ ഇതുപോലെ ടൈമർ അടിച്ചു. 1 മണിക്കൂറിൽ ഞാൻ 2 ഡിഷ് ഉണ്ടാക്കി. ഫെയിലായിട്ടോ, വെല്ലടിച്ചു. 2 ഡിഷ് ഞാൻ ഉണ്ടാക്കി. ഒന്ന് പാസ്തയും ഒന്ന് സൂപ്പും. ഇനി പനിയാറാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് എന്നാലും അത് ട്രൈ ചെയ്യാം. എന്നാലും ഞാൻ ക്യൂരിയസ് ആണ്. നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ സമാധാനമായില്ല. ഇപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. മാക്സിമം നോക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത പോലെ. അപ്പോഴേക്കും ഞാനൊരു ഫൈവ് ബാഗ് വെക്കാം. നമുക്ക് എളുപ്പത്തിൽ ഫൈറ്റ് ചെയ്യാമല്ലോ. ഈ മിക്സർ ഇതിലോട്ട് സക്സസ്. നല്ല അടിപൊളി ഒരു വോഫിൾ ലുക്കിംഗ് സാധനം. ഉണ്ണിയപ്പം വലിയ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടൊക്കെ ഒഴിക്കണം. കഴിച്ചു നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ എന്തായാലും ഫെയിലായി. എന്നാലും ഞാൻ 2 സാധനം ഉണ്ടാക്കി തീർത്തു. കുറച്ച് ഹെവി ആയിരുന്നു. ആക്ച്വലി ഞാൻ ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് വേറെ സാധനമായിരുന്നു. അതായത് ഡേറ്റ്സും ആൽമണ്ടും ചോക്ലേറ്റിൽ കോട്ട് ചെയ്തിട്ടാണ്. അതായിരുന്നു ഞാൻ വിചാരിച്ചത് ചെയ്യാൻ. അതായിരുന്നെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല. ഉണ്ടാക്കി കഴിഞ്ഞു. പ്രസൻറ്റേഷൻ വലിയ കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. നോർമലായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഹൈലൈറ്റ് അതല്ല, എൻ്റെ കിച്ചൺ. എങ്ങനെ ഉണ്ടായിരുന്നു കിച്ചണ? എൻ്റെ പൊന്നോ, ആന കരിമീൻ തോട്ടത്തിൽ പോയ പോലത്തെ അവസ്ഥ. ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഫുഡ് കാണിച്ചു തരാം. അതാണ് നമ്മുടെ ഫാൻസി ലുക്കിംഗ്. ഇത് ഉണ്ണിയപ്പം പോലെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ പെട്ടെന്ന് ഉണ്ണിയപ്പം പോലെ. കേക്കാന്നൊരു മനുഷ്യൻ പറയില്ല. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുകയെന്നാണ് തോന്നുന്നു. കുഴപ്പമില്ല, രസമുണ്ട്. സാറ്റിസ്ഫൈഡ്. അങ്ങനെ ഞാൻ കുക്കിംഗ് 3 കോഴ്സ് മീൽ ചാലഞ്ച് വിജയിച്ചിരിക്കുന്നു. വിത്തിൻ 1 hour ഞാൻ കട്ട് ചെയ്തു. ഇല്ല, അങ്ങനെ തന്നെ കിടക്കട്ടെ. ഫെയിലായി, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യാം. വിജയിക്കും. ആ ബാക്ക്ഗ്രൗണ്ട് ഇഗ്നോർ ചെയ്തോട്ടെ. ഫുൾ കച്ചറ ഞാൻ തന്നെ ക്ലീൻ ചെയ്തു. എനിക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഒന്ന് അടിക്കുക. അപ്പോൾ ടിൽ ദെൻ ബൈ. ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ പോയി. ഞാൻ ബായൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇത് കഴിച്ചു നോക്കിയില്ലല്ലോ. മൊത്തം ഇച്ചിരി അതുകൊണ്ട് എന്താ കാണാൻ പറ്റുന്നില്ല എൻ്റെ മുഖത്തേക്ക്. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ബൈ.